അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ടെക്സ്റ്റ് ഫീൽഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്ന ടെക്സ്റ്റ് ഫീൽഡിൽ നമ്മളൊരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അത് ടോസ്റ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ ഒരു ലേബിളുണ്ട്. നമുക്ക് അതിൻ്റെ കണ്ടന്റ് വേണമെങ്കിൽ നമുക്ക് എൻ്റർ നെയിം എന്ന് കൊടുക്കാം. നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഒരു ടെക്സ്റ്റ് ഫീൽഡ് എടുത്ത് വെക്കണം. നമുക്ക് ഈ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് ഫീൽഡിൻ്റെ പേരെന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ഇത് എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറയും, മറ്റേത് ടെക്സ്റ്റ് വ്യൂ. ഈ ഒരു കമ്പോണൻസിൻ്റെ പേരാണ് എഡിറ്റ് ടെക്സ്റ്റ്. ഇത് എഡിറ്റ് ടെക്സ്റ്റ് വെച്ചു. ഇനി ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് മാച്ച് ദ പേരൻറ്റ് കൊടുക്കാം. ഇപ്പം നമുക്കെടുത്ത് വെച്ചു. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് മാച്ച് പേരൻറ്റ് കൊടുത്തു. ഇനി ഇതിൻ്റെ ഒരു ഐ ഡി കൊടുക്കണം. നമുക്ക് അതിൻ്റെ ഐ ഡി യു നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഇപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ഫീൽഡ് വന്നിട്ടുണ്ട്. ഇനി ഒരു ബട്ടൺ കൂടെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ആ ബട്ടൺ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഈ ബട്ടൺ പ്ലേസ് ചെയ്തു. ആ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ താഴെ ആ ബട്ടൻ്റെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ബട്ടൻ്റെ നമുക്ക് ടെക്സ്റ്റ് നമുക്ക് ഷോ എന്ന് കൊടുക്കുന്നു. നമുക്ക് ബട്ടൻ്റെ ഐ ഡി BTN ഷോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. യു നെയിം തെറ്റിയിട്ടുണ്ട്. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് യു നെയിം. ഇനി അടുത്തത് നമ്മൾ കോഡ് എഴുതാൻ പോവുകയാണ്. നമുക്കിപ്പോൾ ഇവിടെ ഉള്ള രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒരു എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട്. ആദ്യം ബട്ടൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ബി ഷോ. അടുത്തത് ഒരു എഡിറ്റ് ടെക്സ്റ്റ് ആണ്. എഡിറ്റ് ടെക്സ്റ്റ് നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവ രണ്ടിനെയും നമുക്ക് ബൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ബി ഷോ ഈക്വൽ ടു ബട്ടൺ ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട്. നമുക്കിവിടെ ബട്ടൺ ആണ്, ബട്ടൺ ഷോ ആണ് ബട്ടൻ്റെ ഐ ഡി. അത് കൊടുത്തു. ഇനി അടുത്ത എഡിറ്റ് ടെക്സ്റ്റ് ആണ് വേണ്ടത്. ആ എഡിറ്റ് ടെക്സ്റ്റിൻ്റെ ഇത് നെയിം എന്നാണ്. നെയിം ഈസ് ഈക്വൽ ടു എഡിറ്റ് ടെക്സ്റ്റ് ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് എഡിറ്റ് ടെക്സ്റ്റിൻ്റെ പേര് യു നെയിം. ഐ ഡി കൊടുത്തിരിക്കുന്നത് യു നെയിം ആണ്. ഇതെല്ലാം രണ്ടും ബൈൻഡ് ചെയ്തു. ഒരു ബട്ടൺ ഉണ്ടായിരുന്നു, ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ നെയിം ഇതിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കോഡിൽ യൂസ് ചെയ്യുന്ന നെയിമാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ലേഔട്ടിൽ ഐ ഡി വെച്ചിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ബട്ടൺ ഷോ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ ന്യൂ എന്നിട്ട് കൺട്രോൾ സ്പേസ് അടിക്കുക. അപ്പോഴേക്കും നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരും. അതിൻ്റെ അകത്ത് ഏറ്റവും മുകളിലായിട്ടുള്ള ആ ഒരു വ്യൂ ഓൺ ക്ലിക്ക് ലിസണറിൽ ക്ലിക്ക് ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഐ ഡിയിൽ തന്നെ വരും. ഇപ്പോൾ ആ ബട്ടൺ ക്ലിക്കിലാണ്. ആ ബട്ടൺ ക്ലിക്കിൽ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഫീൽഡിൽ ആ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ചെയ്തിരിക്കുന്ന വാല്യൂ നമ്മൾ ഗെറ്റ് ചെയ്യണം. നമുക്ക് അതിനൊരു സ്ട്രിങ് യു നെയിം എന്നൊരു സ്ട്രിങ് എടുത്തു. ഈക്വൽ ടു നമ്മുടെ ആ നെയിം എന്നാണ് ആ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ പേര്. നെയിം ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് എടുക്കുക, മെത്തേഡ് കൊടുക്കുക, ഡോട്ട് ടു സ്ട്രിങ്. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ അത് ടൈപ്പ് ചെയ്തിരിക്കുന്ന എന്താണോ പേര് അതിപ്പോൾ നമുക്ക് കിട്ടും. അതായത് ഈ നെയിം ടെക്സ്റ്റ് എടുത്തു. ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ടെക്സ്റ്റിനെ ഗെറ്റ് ചെയ്യാനുള്ളതാണ്. ടു സ്ട്രിങ് എന്ന് വെച്ചാൽ ഇത് കിട്ടുന്നത് നമുക്ക് എഡിറ്റ് ടെക്സ്റ്റ് ഫോർമാറ്റിലാണ്. അതിനെ നമുക്ക് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ടു സ്ട്രിങ് ആയിട്ട് കൊടുക്കും. ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെസ്റ്റ്. ആദ്യത്തേത് ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ്. രണ്ടാമത്തേത് നമുക്കൊരു മെസ്സേജ് കൊടുക്കാം, വെൽക്കം സ്പേസ്. അതിൻ്റെ കൂടെ നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് യു നെയിം എന്നുള്ളത്.
നെയിം. അതിൻ്റെ ഡ്യൂറേഷൻ ആണ് കൊടുക്കേണ്ടത്. ടോസ്റ്റ് ഡോട്ട് ലെങ്ത് ലോങ്. അടുത്തത് ഡോട്ട് ഷോ. അപ്പോഴേക്ക് ആ മെത്തേഡ് നമുക്കത് ഷോ ചെയ്യാനുള്ളതായി. ഒന്നുകൂടെ പറയാം. നമുക്കിവിടെ ഒരു ഡിസൈനിൽ നമ്മളൊരു ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ പേര് എഡിറ്റ് ടെക്സ്റ്റ്. അതിൻ്റെ അകത്താണ് നമുക്ക് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിവിടെ നോക്കി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഫീൽഡ് എന്നുള്ള അതിൻ്റെ അകത്ത് പ്ലെയിൻ ടെക്സ്റ്റ് ഇത് കിട്ടും. അതെടുത്തൊന്ന് ഡ്രാഗ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ മാച്ച് ദ പേരൻറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത്രയും വലുതായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അടുത്തത് ഒരു ബട്ടൺ എടുത്ത് വെച്ചു. ബട്ടൺ വെച്ചിട്ടുണ്ട്. ആ ബട്ടൻ്റെ ID നമ്മൾ BTN ഷോ എന്നും എഡിറ്റ് ടെക്സ്റ്റിൻ്റെ ID യു നെയിം എന്നും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിസൈൻ പാർട്ട് കഴിഞ്ഞ് ഇനി കോഡിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മെയിൻ ആക്ടിവിറ്റിയിൽ ആദ്യം നമുക്കുള്ള കോഡിങ്ങിൽ യൂസ് ചെയ്യേണ്ട ആ 2 കാര്യങ്ങളും നമുക്കിവിടെ ഒരു ബട്ടണും എഡിറ്റ് ടെക്സ്റ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ബട്ടൺ എഡിറ്റ് ടെക്സ്റ്റിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ആ ബട്ടൺ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ബി ഷോയും നമ്മുടെ ലേഔട്ടിലെ ബട്ടണുമായിട്ട് ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടി ഫൈൻഡ് എലമെൻറ്റ് ബൈ ID മെത്തേഡ് യൂസ് ചെയ്ത് r.id. ഇത് ബട്ടൻ്റെ ID കൊടുത്തു. ഈ ID എന്ന് വെച്ചാൽ ഈ നമ്മുടെ ആ ലേഔട്ടിൽ കിടക്കുന്ന ID ആണ്. അടുത്തത് നമ്മുടെ എഡിറ്റ് ടെക്സ്റ്റിൻ്റെത് നെയിം എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. നെയിം ഈസ് ഈക്വൽ ടു ഫൈൻഡ് എലമെൻറ്റ് ബൈ ID r.yu നെയിം. യു നെയിം എന്ന് പറയുന്നത് ആ ഇതിൽ കൊടുത്തിരിക്കുന്ന ID ആണ്, അതായത് ലേഔട്ടിലെ ID ആണ്. ഇനി അടുത്ത ആ ബട്ടൻ്റെ ക്ലിക്കിൽ നമ്മൾ കോഡ് എഴുതുകയാണ്. അത് നമുക്ക് ആ കൊടുത്തിരിക്കുന്ന ആ ടെക്സ്റ്റ് ഫീൽഡിൽ എഡിറ്റ് ടെക്സ്റ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ സ്ട്രിംഗ് വാല്യൂസ് എടുത്തു. അതിനൊരു പേര് കൊടുത്തു, നെയിം ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. നെയിം എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ഒരു എഡിറ്റ് ടെക്സ്റ്റ്. ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂസ് നമ്മൾ ഗെറ്റ് ചെയ്തു. ടു സ്ട്രിംഗ്, അതിനെ നമ്മൾ സ്ട്രിംഗിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം യുവർ നെയിം എന്നുള്ള ആ ഒരു വേരിയബിളുണ്ട്. അതിൽ നമ്മൾ ടോസ്റ്റ് ഡോട്ട് മെയ്ക്ക് ടെക്സ്റ്റിൽ വെൽക്കം എന്നതിൻ്റെ കൂടെ നമ്മൾ കോൺകാറ്റനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആപ്പ് റൺ ആയിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് നോക്കാം. അതിൻ്റെ പേര് ശ്യാംകുമാർ. ഷോ എടുത്തു. വെൽക്കം ശ്യാംകുമാർ. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 ഷോ എടുത്താൽ വെൽക്കം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും.